ഹലോ അസ്സാം വലൈക്കും. അങ്ങനെ നന്ദുവിൻ്റെ വീടെത്തിയിട്ടോ. വീട് ഈ വലിപ്പം മാത്രമേ ഉള്ളൂ, അകത്തൊന്നും സ്പേസ് ഇല്ല കേട്ടോ. അങ്ങനെ സെവനപ്പും ബിസ്ക്കറ്റും മിക്സറൊക്കെ കഴിച്ചിട്ട് നേരെ ഞാൻ മേലേക്ക് പോയി. മേലത്തെ വൈബാണ് കേട്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. ഇവിടെ ഗോതമ്പ് ഉണക്കാനിട്ടിട്ടുണ്ട്, തുണികൾ ഉണക്കാനിട്ടിട്ടുണ്ട്, എക്ത മെഷീനിലിടുന്ന സ്ഥലമാണ് കേട്ടോ. മേലെ ഒരു ബെഡ്റൂം മാത്രമേ ഉള്ളൂ, താഴെ 2 ബെഡ്റൂം. താഴെയാണ് മമ്മിയും ബാബുവും കിടക്കണത് കേട്ടോ. മേലത്തെ സിറ്റ് ഔട്ടും ബാൽക്കണിയും കാര്യങ്ങളൊക്കെയാണിത്. സ്പേസ് കുറവാണ്, എന്നാലും നല്ല നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ ഇന്നെ സാരി കുടിപ്പിച്ചിട്ട് ഞങ്ങൾ എങ്ങടെ പോകണമെന്ന് വെച്ചാൽ, ഇന്ന് രാത്രി ഇവിടുന്ന് ഫുഡ് കഴിക്കണേ പറഞ്ഞു. എന്നിട്ട് ഓളുടെ സാരി കുടിപ്പിച്ചിട്ട് ഞങ്ങൾ നേരെ ടൗണിൽ പോവാണ് കേട്ടോ. എൻ്റെ വിചാരം എന്നാൽ ഇവിടെ അടുത്താണ് ടൗൺ എന്നാ. അല്ലടോ, ബിഗ് ബോസൊക്കെ 7ൻ്റെ പണിയല്ലേ തരിക, പക്ഷേ ഈ മമ്മി 8ൻ്റെ പണിയാണ് തന്നത്. സാരി കൊടുത്ത് ഹീലുള്ള ചെരുപ്പ് ഇട്ടിട്ട് എനിക്ക് നടക്കാൻ തന്നെ ഭയങ്കര പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ കേട്ടോ. എൻ്റെ വിചാരം അടുത്താണ്, പക്ഷേ അടുത്തല്ല ടൗണേ. ഊട് വഴി കൂടിയും പിന്നെ അല്ലാത്ത വഴി കൂടിയും എന്തെന്ന് പറയാം, ഈ ഹൈവേ കൂടിയും എവിടെ പോയിട്ടും ഇവരുടെ മാർക്കറ്റ് എത്തണ്ടേ, ഇവർ സാധനങ്ങൾ വാങ്ങിക്കണ മാർക്കറ്റ് എത്തണ്ടേ. ഇവർക്കിത് നടന്ന് ശീലമുണ്ട്, എനിക്കത്ര പരിചയമില്ല ശീലമില്ല. ആയിക്കൂടെ ഒരു സാരി, എനിക്ക് സാരി ഉടുക്കണ്ടെന്ന് അത്രയും ഞാൻ പറഞ്ഞതാണ് ഇക്തനോട്. പക്ഷേ അവൾക്ക് ഒരേ നിർബന്ധം, സാരി ഉടുക്കുകയെന്ന്. അവർക്കതൊരു രസം വിചാരിച്ചിട്ട് ഇപ്പം എനിക്കത് ഇഷ്ടപ്പെടണ്ടേ. ഞാനൊക്കെ വല്ല കല്യാണത്തിന് എപ്പോഴെങ്കിലും ഒന്ന് സാരി ഉടുക്കുക എന്നല്ലാണ്ട് എനിക്ക് പറ്റണില്ലടോ. ഇങ്ങനെ നടന്നു പോയിട്ട് ഇവരുടെ ഒരു കസിനെയും കണ്ടു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവരോട് സംസാരിച്ചിട്ട് ഇവരിങ്ങനെ നിൽക്കുകയാണ്. കുറച്ചൊക്കെ ഹിന്ദി പഠിക്കണോണ്ട് കുറച്ചൊക്കെ എനിക്കറിയും, അതുകൊണ്ട് പിടിച്ച് നിൽക്കുകയാണ് ഞാൻ ഇവരുടെ കൂടെ. അങ്ങനെ പക്ഷേ ഉണ്ടല്ലോ, മാർക്കറ്റിൽ എത്തിയിട്ട് എൻ്റെ അമ്മ എൻ്റെ ജീവിതത്തിൽ മറക്കൂല ഞാൻ. അടിയിൽ ചാണകവും വെള്ളവും ഒക്കെ കൂടെ കെട്ടിക്കൊണ്ട് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് എത്ര നിർബന്ധം കാരണം പാനിപൂരി 2 കഴിച്ചു. എൻ്റെ അമ്മ എങ്ങനെ ഞാൻ കഴിച്ചതെന്ന് എനിക്കെന്നെ അറിയില്ല. ഛർദ്ദിക്കാൻ വരിക, അതുവേ എനിക്കിഷ്ടമല്ല. ഇനിയിപ്പോൾ എൻ്റെ പേരും പറഞ്ഞിട്ട് എടുത്ത് കഴിക്കാനാണോന്നും അതും അറിയില്ല. ഇതുണ്ടോ, എന്നിട്ട് അവൾ അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു. അതും കഴിഞ്ഞ് വാങ്ങിയ സാധനങ്ങൾ കൊണ്ട് ഞങ്ങൾ തിരിച്ച് നടക്കണം കേട്ടോ. ബാക്കി നാളെ പറയാം. ഓക്കേ.